ഹലോ, എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? അപ്പം നമ്മളുടെ വിഷ ബ്രൈറ്റ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് വാഷിംഗ് മെഷീൻ, ഹയറിൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് വേഗം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഇത് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുകളിലത്തെ ഈ പൾസിലേറ്റർ ഒന്ന് അയച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇത് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടാലറിയാം കുറച്ച് പഴക്കമുള്ള വാഷിംഗ് മെഷീനാണ്. പോരാത്തിന് ഇടയ്ക്കിടയ്ക്ക് നല്ല പോലെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് അയച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തുള്ള സ്ക്രൂകളൊക്കെ അയച്ചെടുത്തിട്ട് വേണം. ഭയങ്കര തുരുമ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. സ്ക്രൂ ഒക്കെ നല്ല തുരുമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. ഇതിനാണ് കംപ്ലൈൻ്റ് ഉള്ളത്. അപ്പോൾ ഇനി ഇത് മാറ്റിയിടണം. പുതിയത് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇതിൻ്റെ 4 സൈഡിൽ 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ 4 സ്ക്രൂ നമുക്ക് ഇത് അയച്ചെടുക്കണം, എന്നാലിത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ടീ വെച്ചിട്ട് നമുക്കിത് അയച്ചെടുക്കാം. അങ്ങനെ ഗിയർ ബോക്സ് ഇവിടെ അയച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സൗണ്ട് വന്നിരുന്നത്. ഭയങ്കര കല്ലിട്ട് ഇതാക്കുന്ന പോലത്തെ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. അപ്പം നമുക്ക് പുതിയ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ഇതവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ടല്ലേ. അങ്ങനെ നമ്മളെ പഴയ ഗിയർ ബോക്സൊക്കെ ഒഴിവാക്കി പുതിയ ഗിയർ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് വശം കൊടുക്കാണ്ട്. പാട്ട് പാടാനോ? അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ പഴയ സ്ക്രൂകളൊക്കെ. അതൊക്കെ തുരുമ്പ് കയറിപ്പോയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള പുതിയ സ്ക്രൂകൾ ഇട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്ക്രൂകളും ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗിയർ ബോക്സൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ അതിൻ്റെ അടിഭാഗമൊക്കെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി ഇത് ഫിറ്റ് ചെയ്യണം. പിന്നെന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വൃത്തി. ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് ക്ലീൻ ആക്കാഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇതിൽ നിന്ന് ചെളി പിടിക്കലേക്കാരം. അങ്ങനെ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ വർക്കിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടെ ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. പഴയ സൗണ്ട് പോയോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി
നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും ബൈ.